ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ക്രിട്ടിക്കൽ ടെക് പവേർഡ് ബൈ മൈ ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിവസവും ട്രംപ് തരുന്ന ഗ്യാപ്പുകളുടെ കഥകൾ തുടങ്ങുകയാണ്. യുദ്ധവും സമാധാനവും എന്ന് പറഞ്ഞാൽ പുതിയ സീരീസ് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നലെ ട്രംപ് പറഞ്ഞു 2000 എന്താണ് ഞാനും ചോദ്യം തമ്മിൽ അടിയൊക്കെ ഇല്ല, ഇപ്പൊ അടിച്ചു പിടിച്ചിട്ടില്ല, നമ്മൾ ജഗടയല്ല ദുഷ്മനാണെന്ന് പറയുന്ന പോലെ തിരിച്ചു പറഞ്ഞു തുടങ്ങി ഇന്നലെ തൊട്ട്. എന്ത് പറ്റി? മാർക്കറ്റ് ഇന്ന് ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ ലെവൽ ട്രേഡിംഗ് പ്രകാരമുള്ള ഒരു ട്രേഡും ആക്റ്റീവ് ആയിട്ടില്ല. നമ്മുടെ ബുള്ളിഷ് റഫറൻസ് പൊട്ടി മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് 13,000 ഭാഗത്ത് മിഡ് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി 53,330 അപ്പുറത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഓപ്പൺ ചെയ്ത് 55,759 വരെ പോയി. നിഫ്റ്റി ആണെങ്കിലോ 23,364 നമ്മൾ വരച്ച ലെവല്, ഞാൻ വരച്ച ലെവല്. അവ എവിടം വരെ ഓപ്പൺ ചെയ്യും? 24,012 ഓപ്പൺ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ആയിരുന്നു നമ്മുടെ മാർക്കറ്റ്. ഇന്നലെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ഓപ്പൺ നമ്മൾ ഇവിടെ കിടന്ന മാർക്കറ്റ് നിങ്ങൾ നോക്ക്, ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഏകദേശം പറഞ്ഞാൽ ഒരു ഇവിടെ അല്ല, ഈ ഒരു ഭാഗത്ത് 23,153 ഭാഗത്തൊക്കെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ആയിരുന്നു. ഒരു ഒറ്റ ഹ്യൂജ് ഗ്യാപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് OAOR ആയിരുന്നു. ഒരു OTDയുടെ ലക്ഷണമൊക്കെ കൊണ്ട് വോളിയം കുറവായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്പായിട്ട് നമ്മളെ മാർക്കറ്റ് നിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ വലിയ ഒരു ഇതൊന്നും ഇല്ല. ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. POC വന്നിരിക്കുന്നത് 23,954 ഭാഗത്തേക്കാണ്, 955 ഭാഗത്തേക്കാണ് POC. ഇപ്പൊ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് പൊക്കി എവിടെ വയ്ക്കാം? 23,955 ഭാഗത്തേക്ക് ഒന്ന് പൊക്കി കൊണ്ടുവന്നു. ഇനി നമുക്ക് ബുള്ളിഷ് റഫറൻസ്. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വന്ന് നിൽക്കുന്നത് നമ്മുടെ 11 മാർച്ചിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ ഈ പീരീഡ് സിംഗിൾ പ്രിൻസിന്റെ മുകളിലാണ്. അപ്പൊ 24,047 മുകളിൽ, ഈ 24,050 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഈ സിംഗിൾ പ്രിന്റിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച്, ഇപ്പൊ 24,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മാത്രം ഞാൻ ഒരു ബൈയെ കുറിച്ച് നിൽക്കുന്നു. ആ ബൈ എങ്ങോട്ട് കൊണ്ടുപോകും? ഈ 11 മാർച്ചിന്റെ വാല്യൂ ഏരിയ ഹൈ ആയ 24,093 ഭാഗത്തേക്ക് കൊണ്ടുവരാണ്. 24,093 ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും പോകണം, 24,093 ഭാഗത്തേക്ക് പോവാം. 24,093 ഭാഗത്തേക്ക് അത് കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനു മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകും? അടുത്തതെന്ന് പറയുമ്പോൾ ഈ സിംഗിൾ പ്രിന്റ് കണ്ടോ, ബിയിൽ വന്ന സിംഗിൾ പ്രിന്റ് ആയ 24,147 ഭാഗത്തേക്ക് പോകാം. സോ R2 എന്ന് പറയുമ്പോൾ 24,147 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഈ ബിയുടെ ഹൈ ആയ 24,209 എത്രയാണ്? 24,209 ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് 11 മാർച്ചിന്റെ പ്രൊഫൈലിനകത്താണ്. ഈ പീരീഡ് സിംഗിൾ പ്രിന്റ് ഒരു സ്ട്രോങ് ആണ്, ഈ ബി സിംഗിൾസും ഒരു സ്ട്രോങ് ആണ്. സോ അത് രണ്ടും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഒരു ഹെവി അപ് സൈഡോ സെൽ സൈഡോ മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്നത്, നമ്മൾ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളിപ്പോ നിൽക്കുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് 23,000 ഈ ഒരു ഗ്യാപ്പിന്റെ ഏരിയയിൽ നിഫ്റ്റി നിൽക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് 23,900 അല്ലെങ്കിൽ 23,878 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. 23,878 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കും. ആ സെല്ലിംഗ് ഫസ്റ്റ് 23,842 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 24,842 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെയാണ്. സെക്കൻഡ് ഈ POC എന്താണ്? 18 മാസത്തിന്റെ POC ആയ 23,794 ഭാഗത്തേക്ക്, എത്രയാണ്? 23,794 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തതാണ് ഈ ഒരു ഏരിയ 23,735 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 716 എന്ന് പറഞ്ഞ വാല്യൂ ഏരിയ ലോ, 23,717 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്താണ്? 24,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ 24,200 പോകാനും, തിരിച്ച് 24,000 S1 എന്ന് പറയുമ്പോൾ S1 ഒന്ന് മാർക്ക് ചെയ്യുക. S1 നമ്മളിപ്പോൾ ഡിലീറ്റ് ആയി പോയി.
സോ S1 എന്ന് പറഞ്ഞാൽ എന്താണ് 24,023,794 ഭാഗത്തും S2 എന്ന് പറയുന്നത് അല്ല S1 ഞാൻ ടൈപ്പ് ചെയ്ത സ്ഥലം മാറിപ്പോയി. എന്താണ് S2 എന്ന് പറയുമ്പോൾ S1 ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വേറെ ഏതോ ലെവലിൽ 24,794 ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു. S1 എന്ന് പറഞ്ഞാൽ 23,842 നേരത്തെ കൊടുത്ത ഒന്ന് മാറിപ്പോയതാണ്. ഇപ്പം ഫസ്റ്റ് ടാർഗറ്റ് 23,842, സെക്കൻഡ് ടാർഗറ്റ് 23,794, തേർഡ് ടാർഗറ്റ് 23,717 എന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള എൻ്റെ നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ്. നോർമൽ വേരിയേഷൻ അപ്പായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കണം. കിട്ടിയിലും ട്രേഡിംഗ് 5% ബാങ്ക് നിഫ്റ്റി കയറി 5.77% ബാങ്ക് നിഫ്റ്റി കയറിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. പക്ക ഒരു ട്രെൻഡിങ് ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്നല്ല, ഒരു ഓപ്പൺ OAOR ഓപ്പൺ ചെയ്ത ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ മാറ്റം അല്ലെങ്കിൽ ഞാനൊരു ട്രെൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. POC 55,400 ഭാഗത്തേക്കാണ് POC 55,400 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കണം. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കുന്ന എവിടെയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് ഏരിയയാണ്, ഈ ഒരു 18 മാസത്തിന്റെ ഏരിയയാണ്. അപ്പൊ ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്നത് 55,100 താഴെ സെല്ലിംഗ് എടുക്കുക. എത്രയാണ് 55,100 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, ഈ സിംഗിൾ പ്രിന്റ് ആണ് 54,955 ഭാഗത്തേക്ക് വരുമ്പോൾ. സോ S1 എന്ന് പറഞ്ഞാൽ 54,956 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 54,781. എത്രയാണ് S2 എന്ന് പറയുമ്പോൾ 54,782 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ഈ POC 54,573 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി ഡൗൺ സൈഡ് ലെവലിൽ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺവേർഡ് സൈഡ് ലെവൽ. ഇനി നമുക്ക് അപ്വേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ്, ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ഏരിയ, ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഏരിയയിലാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഏരിയയിലാണ്. സോ 55,800 മുകളിൽ മാത്രമേ എന്താണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് 55,800 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ആ ബൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 55,910 ഭാഗത്തേക്ക് എത്രയാണ് 55,910 55,910 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 56,050 എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഒരു POC 56,050 ഭാഗത്തേക്ക് വരാനും തേർഡ് എന്ന് പറയുമ്പോൾ ഈ സിംഗിൾ പ്രിന്റ് ആയ 56,300 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് അപ്പായ ദിവസമായിരുന്നു, ഒരു ഓപ്പൺ ഡ്രൈവ് ആയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ട്രെൻഡ് അപ്പായ ഒരു ദിവസമായിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഇതായിരിക്കും നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കൊരു സ്ട്രക്ചേർഡ് ഫോം എന്ന് പറയുമ്പോൾ ഇനി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഈ പ്രൊഫൈൽ അതാണ് ഈ 11 മാർച്ചിന്റെ പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. ആ പ്രൊഫൈലിന്റെ ഹൈക്ക് അടുപ്പിച്ചതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു OTD ഫോർമേഷൻ ആയിരുന്നു, പക്ഷേ വലിയ ഓപ്പൺ ഡ്രൈവ് ആയിട്ടൊക്കെ വന്നു, പക്ഷെ നോർമൽ വേരിയേഷൻ അപ്പാറ്റാ ക്ലോസ് ചെയ്യിക്കുന്നത്. 13,208 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. 13,208 ഭാഗത്തേക്കാണ് ആ POC വന്നിരിക്കുന്നത്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് ഇതിന് ഈ ഏരിയ 13,100 അല്ല, ഈ ഒരു ഏരിയ 13,100 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ചിന്തിക്കുക. 13,100 താഴെ സെല്ലിംഗ് എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 13,059 ഭാഗത്തേക്ക് S1 എന്ന് പറയുമ്പോൾ 13,059 ഭാഗത്തേക്ക് വരാനും S2 അടുത്തത് 13,000 നമ്മുടെ ബിഗ് റൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 13,000 ഭാഗത്തേക്ക് വരാനും S3 എന്ന് പറയുമ്പോൾ 12,964 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിക്ക് അല്ല മിഡ് ക്യാപ്പിന് കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയേണ്ട ഒരു റെഫറൻസ് ലെവൽ. 13,100 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് താഴേക്ക് ഇറങ്ങാം. ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു, നോർമൽ വേരിയേഷൻ അപ്പായിരുന്നു. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് 13,250 മുകളിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. അതിനെ 13,250 മുകളിൽ ഒരു ബൈയിങ് എടുക്കാം. ആ ബൈ എങ്ങോട്ട് പോകും, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് 13,300 ഭാഗത്തേക്ക്. 6-1 എന്ന് പറയുമ്പോൾ 13,300 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അവിടെ ആയിരിക്കും. കുറെ ആൾക്ക് ശേഷം ഈ 13,000 കടക്കണം ബാങ്ക് നിഫ്റ്റി. അതിന് മുകളിൽ അടുത്ത 13,356 R2 എന്ന് പറയുമ്പോൾ 13,000
356 ഭാഗത്തേക്കും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,400 എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞ മിഡ് ക്യാപ്പ് 13,250 മുകളിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് വരാം, ആ രീതിക്ക് പോകാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 13,200 മുകളിൽ അല്ലെങ്കിൽ 13,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂവിലെ 13,356 അതിന് മുകളിൽ വേണമെങ്കിൽ ഈ 13,567 വരെ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. മിഡ് ക്യാപ്പ് അതായിരിക്കും പറയുന്നത്. ഈ ലോവർ ലെവൽ 13,100 പൊട്ടുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് എങ്ങോട്ട് വരും? ഇന്ന് പഴയ ഏരിയയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഏരിയ കണ്ടല്ലോ, ഈ 54,500 കട്ട് ചെയ്തു, ഈ 55,200 കട്ട് ചെയ്തു. ഇനി നിൽക്കുന്നത് വെച്ചാൽ അവൻ ഈ 55,700 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,046 ഈ POCയും ഈ സിംഗിൾ പ്രിന്റ് അപ് ടു 56,500 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 56,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ തിരിച്ച് ഈ 56,923 ഈ POC നിൽക്കാം. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകണം? ബാങ്ക് നിഫ്റ്റിക്ക് 58,300 വരെ പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതാണ് പൊതുവെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ചും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും നാളെ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ ഈ പറഞ്ഞ ലെവലുകളൊന്നും വർക്കാവില്ല. കാരണം നമുക്ക് ഗ്യാപ്പിന് മുകളിലേക്ക് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നൗ ഡേയ്സ് മാർക്കറ്റ് ആർ ഓപ്പണിംഗ് വിത്ത് ഗ്യാപ്പ് എന്ന ആ ഒരു വാക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം. സോ കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക, അതിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നമ്മള് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 56,960 ഭാഗത്താണ് മാർച്ച് 10-ന്. ആ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി ഇപ്പൊ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റിയും ഈ ഒരു ഏരിയ കണ്ടോ, 24,200 ഭാഗത്താണ് മാർച്ച് 10 ആ ഏരിയയുടെ ഭാഗം സെല്ലിംഗ് തുടങ്ങിയത്. തിരിച്ച് ആ ഭാഗത്തേക്ക് നിഫ്റ്റി എത്തുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കിയാൽ മിഡ് ക്യാപ്പും ഏകദേശം പറഞ്ഞ ഈ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഏരിയയുടെ ഭാഗത്ത്, ഈ 13,500 ഭാഗത്തേക്കാണ്. ആ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് എത്താനുള്ള ശ്രമം നടത്തുന്നത്. ശരിക്കും വി ഷേപ്ഡ് റിക്കവറിയുടെ ഒരു ഫോർമാറ്റാണ് ഇപ്പൊ മാർക്കറ്റിൽ കാണുന്നത്. സോ ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, അതിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഈ വരാൻ പോകുന്ന ഈ ഏപ്രിൽ 15-ാം തീയതി വിഷുവിൻ്റെ അന്ന് നമ്മുടെ ഓൺലൈൻ ഏപ്രിൽ മാസത്തെ ഓൺലൈൻ ബാച്ച് തുടങ്ങുന്നുണ്ട്. മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയുടെ ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിച്ച് ഒരു പ്രൊഫഷണൽ രീതിക്ക് നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കിടില ഒരു മെന്റർഷിപ്പ് കം മെമ്പർഷിപ്പ് ബാച്ച് ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.